പോട്ടു സതി പറ്റിപ്പോയണ്ണ. കാശ് വന്നപ്പോൾ സാഹചര്യം കൊണ്ട് പറ്റിപ്പോയി. തമ്പി പറവാല என்ன ஃப்ரெடி எல்லாம் ஓகேவா? அண்ணா அந்த மாலை போச்சு. ஃப்ரெடி அந்த பொருள் எவ்வளோ முக்கியமாக தெரியுமில்ல, அது இல்லாமல் நீங்கள் வந்தா அவ்வளோதான். എടാ എൻ്റെ ഒരു കറുത്ത ഭാഗം ഉണ്ടായിരുന്നോ? മറ്റേ കറുത്തേക്കാ ആ ഒന്നും വരുന്നുണ്ടാ? അവൻ നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. ആ എന്താക്കാനാ, അത് ആടെങ്കിലും ഉണ്ടാവും. എടി അത് മനസ്സിലാവുന്നുണ്ടാ? ഒന്നുമില്ലേ, ആടെ ഇരുന്നോ. നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കോ? എടാ രാത്രി ഒരു സിനിമ കിട്ടാലോ? നിൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ? പൈസ എന്നാ വേണ്ട, ഒരു ചായ കുടിച്ചാലോ? ഓരോ ആഗ്രഹങ്ങളാ. കയ്യിൽ 5 പൈസ ഇല്ല, എന്നാലും ഇവന്റെ നല്ല പൈസ ഉണ്ടാവില്ല, എന്റെ അച്ഛന്റെ. കഴിഞ്ഞ ആഴ്ച മണാലി പോകണം. കഴിഞ്ഞ ആഴ്ച എന്റെ ചങ്ങായി ഞാനും മണാലി പോയി തിരിച്ചു വന്നിട്ടേയുള്ളൂ. എന്റെ മോനെ ചൂട് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഉടുക്കത്തെ ചൂടാന്ന്. അപ്പൊ ഇവിടെ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. നോക്ക് ഏതാടാ ഇവനൊക്കെ? ആ ദിവനാടാ, ഞാൻ പറഞ്ഞില്ലേ ഇന്ന് വരുന്നു. ഓ മറ്റവൻ. നീ എപ്പോഴാ പോണേ? വൈകിട്ട് ഒരു പരിപാടി ഉണ്ടായി. ഞാൻ ഉണ്ടാവില്ലടാ, എനിക്ക് രാത്രി പോകണ്ടല്ലേ. അത് ശരി, അപ്പൊ ഓക്കെ. എടാ കുതന്ത്രം വയ്യടാ. വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം. കിനാവ് കൊണ്ട് കെട്ടും കൊട്ടാരം, അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവും. ഇവനെന്താടാ ഇങ്ങനെ ചത്തിരിക്കണേ? അതോ വിഷാദ രോഗം. അവന് ഡിപ്രഷൻ ആവാനുള്ള ഒന്നാമത്തെ കാരണം പെണ്ണ്. മച്ചാൻ ഒരാളായിട്ട് സെറ്റായിരുന്നു, പിന്നെ എന്തൊക്കെയോ സംഭവിച്ചു. 2 സപ്ലി എഴുതിയ മിക്ക സബ്ജക്റ്റും പോയി, അതിന്റെ സപ്ലി എക്സാമും പൊട്ടി. അങ്ങനെ നിരത്തിപ്പൊട്ടി. 3 അവന്റെ വാപ്പ. ഹലോ, എനിക്ക് എന്തിന്റെ കുറവാണ് ഞാൻ അവിടെ വരുത്തിയേക്കണേ? എന്നിട്ട് അതിന്റെ മിസ് വിളിച്ചിട്ട് ഇനി പറയാനൊന്നും ബാക്കിയില്ല. ഇവിടെ മനുഷ്യൻ ഇല്ലാത്ത കാശ് കൊടുക്കാൻ നിന്നെ പഠിപ്പിക്കാൻ വിട്ടയാണ്. എന്താ
നീ പറയണതൊന്ന് മനസ്സിലാക്ക്. എടാ മറ്റേ ദുബായ്ക്കാരനല്ലേ, ഓനെ കസ്റ്റം പൊക്കിന്ന്. എവിടെ? വെറുതെ അല്ല ഇവരൊന്നും ഇത്ര പൈസക്കാരനായത്. ഇതാ വരാ. ആ നീ എന്തെങ്കിലും കാണിക്കും, ഞാൻ വച്ചിട്ട് പോകും. ഈ 2 ചായ 2 വട. വന്ന് മാറണം. എന്താണ് നിനക്ക് പിന്നെയും വെള്ളി പിടിച്ച? ഒരു ചായയും വടയും മാത്രം പറഞ്ഞ ഓർമ്മയില്ലു. പിന്നെ ഒരു ഇടിയാ. അമ്മേ നല്ലോണം കിട്ടേണ്ടല്ല. ആരുടെ അവന്മാര്? എടാ നീക്കാത്ത ഉമ്മണി മാട്ടിനെ പറ്റി കേട്ടണ്ട. നിങ്ങ അവന്മാരായിട്ടാണ് പോയി വള്ളി പിടിച്ചേക്കണം. അതിനകത്ത് ഏറ്റവും വള്ളി മുമ്പറാണ് ആ ഫ്രെഡി. നീക്ക് അവനായിട്ടാണ് പോയി വള്ളി വിളിച്ചേക്കുന്നത്. എന്തായാലും കുറച്ചാണ് നീക്കൊന്ന് ഒതുങ്ങിക്കോ. വീട്ടിലിരിക്കുള്ളൊക്കെ നമ്മളോട് ആദ്യം മോനെ ചികിത്സിക്കാൻ പറ്റിയ ഒരു ഡോക്ടറെ കണ്ടുപിടിക്കാൻ നോക്കി നിങ്ങള്. വരട്ടെ. ഹലോ എടാ അവന്മാര് നിങ്ങളുടെ അവിടെ എത്തിയുണ്ട്, നിങ്ങൊന്ന് മാറിക്കോട്ടാ. വേമ്പ എവിടെ എന്റെ മാല? പിടിയടാവനെ. ഇതിപ്പോ എങ്ങനെ പൊട്ടാനാ? ശശിയുടെ ചാടിക്കോ. നിനക്കൊക്കെ എന്താ വേണ്ടേ? എവിടെ മാല? ഏത് മാല? അന്ന് പണിയും കഴിഞ്ഞ് വന്നപ്പോഴാണ് ചെറുക്കന്മാരോടെ സ്കെച്ച് ഇട്ടിരിക്കുന്നത്. അപ്പോഴാണ് നീ അവിടെ നിൽക്കുന്നത്. അവിടെ ഉണ്ട്, അവിടെ. വേഗം വാടാ. സംഭവം പണ്ടത്തേതോ ഒരാക്കിയുടെ മാലയാ. വാ. സാധനം എനിക്ക് വേണം. അവിടെ കറുത്ത ബാഗിലുണ്ട്. അത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുത്ത്, അവനതായിട്ട് ദുബായിക്ക് പോയി. ദുബായിക്കാ? അതിനാണ് അവനെ കസ്റ്റം പൊക്കിയേ. മറ്റേ ദുബായ്ക്കാരനല്ലേ, ഓനെ കസ്റ്റം പൊക്കിന്ന്. ஹலோ ஆனா என்ன ஃப்ரெடி, அந்த பசங்களை கிடச்சாச்சா? கிடச்சி. அப்போ அந்த மாலையா? அது வந்து ஃப்ரெடி, இந்த மாலை எனக்கு அவ்வளோ முக்கியம். அது எனக்கு கிடக்கலன்னா உன்னையும் கொள்ளும் அவமாரையும் கொள்ளும். നിങ്ങൾ തന്നെ കണ്ടതല്ലേ, ഈ കുഞ്ഞിരാമന് വരെ ഞാൻ കാരണം ഒരു പെണ്ണ് കിട്ടിയില്ല. ഇനിയിപ്പോ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഞാനാണ് ഈ കഥയിലെ ഹീറോ. ഇപ്പൊ കണ്ടതാണ് ഹീറോയിസം, നല്ല കട്ട ഹീറോയിസം.
വന്നതാണ്